ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പാൽപ്പുട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റായിട്ട് പുട്ടിൻ്റെ മാവ് നനച്ച് വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. തരിയോട് കൂടിയുള്ള പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിന് വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ വെള്ളം കൊണ്ടാണ് ഈ പുട്ടിൻ്റെ പൊടി നനച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം, 1 കപ്പ് പുട്ടിന് 1/2 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ അടച്ച് മാറ്റി വയ്ക്കുന്നു. അടുത്തതായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ചിരകിയ തേങ്ങയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാരറ്റും തേങ്ങയെല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏത് പാൽപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് പുട്ടുപൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. നമ്മൾ നേരത്തെ നനച്ച് വെച്ചിരിക്കുന്ന പുട്ടിൻ്റെ പൊടി കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ പുട്ടിൻ്റെ പൊടിയിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെയും തേങ്ങയുടെയും മിക്സ് ഉണ്ടല്ലോ, അതും കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ പുട്ടുപൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ഇതൊന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ തേങ്ങാപ്പാലോ അല്ലാന്നുണ്ടെങ്കിൽ സാധാ പശുവിൻ പാലോ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാൽപ്പൊടി നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പുട്ടുപൊടിയൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവി കയറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് പുട്ടുകുറ്റിയിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ആദ്യമായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ പുട്ടുപൊടി നമുക്ക് ഇതിൻ്റെ മേളിലായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് കുറച്ചും കൂടി തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ സെയിം സ്റ്റെപ്പിൽ നമുക്ക് പുട്ടുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേളിലായിട്ട് അടുത്ത് കുറച്ചും കൂടി തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇനി ഇതൊരു 6-7 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വെറുതെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ. താങ്ക്